പലപ്പോഴും യൂറിക് ആസിഡ് വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ, ഗൗട്ടി ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള അവസ്ഥയിൽ പൊതുവായിട്ടുള്ള ഒരു വിചാരം, ഒരു ചിന്ത, പ്രോട്ടീൻ കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്, അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല എന്നാണ്. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓൾറെഡി ശരീരത്തിനകത്തുള്ള യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ യൂറിക് ആസിഡിനെ എങ്ങനെ പുറത്തേക്ക് കളയാം? പലപ്പോഴും ചിലർക്കൊക്കെ ഉള്ള ഒരു സംശയം, ഓൾറെഡി ക്രിസ്റ്റൽ ഫോം ചെയ്തു കഴിഞ്ഞാൽ, ജോയിന്റിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ, വേദനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പുറത്തേക്ക് കളയാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും പറ്റും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, CMO പ്രകൃതി സൗഖ്യം. ഒരു കാലത്ത് റിച്ച് മാൻസ് ഡിസീസ് അല്ലെങ്കിൽ പണക്കാരുടെ രോഗം, അല്ലെങ്കിൽ കിങ്സ് ഡിസീസ്, രാജാക്കന്മാരുടെ രോഗം എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ യൂറിസീമിയ. പണ്ട് കാലത്തുണ്ടായിരുന്ന പല മഹാരാജാക്കന്മാർക്കും മഹാരഥന്മാർക്കും ഉണ്ടായിരുന്ന ഒരു രോഗമാണിത്. ഉദാഹരണത്തിന് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അതുപോലെ തന്നെ ഹെൻറി എട്ടാമൻ, അതേപോലെ സംഗീതത്തിന്റെ ചക്രവർത്തിയായിരുന്ന ബീതോവൻ, ശാസ്ത്രലോകത്തിന്റെ ചക്രവർത്തിയായിരുന്ന സർ ഐസക് ന്യൂട്ടൺ, ഇവർക്കൊക്കെ ഈ പറയുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പണ്ട് കാലത്ത് റിച്ച് മാൻസ് ഡിസീസ് ആയിരുന്ന ഈ രോഗം പക്ഷേ ഇന്ന് സർവ്വസാധാരണമായിട്ട് എല്ലായിടങ്ങളിലും കണ്ടുവരുന്നു. സാധാരണക്കാർക്കിടയിലും വളരെയധികം കൂടുതലായി ഇന്ന് ഈ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണ്. പണ്ട് എന്തുകൊണ്ടാണ് ഇത് പണക്കാരുടെ രോഗമായിരുന്നത്? അന്ന് അവരുടെ ഇടയിലായിരുന്നു, പണക്കാരുടെ ഇടയിലും രാജാക്കന്മാരുടെ ഇടയിലുമായിരുന്നു കൂടുതലായിട്ടുള്ള റെഡ് മീറ്റിന്റെ കൺസംഷൻ അവർ കൂടുതലായി കഴിച്ചിരുന്നത്. അതുപോലെ ആൽക്കഹോൾ, ഈ രണ്ടും കൂടുതലായി കഴിച്ചതുകൊണ്ടാണ് അന്ന് ഇത് രാജാക്കന്മാരുടെ രോഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത് എല്ലാവർക്കും സുലഭമാണ്. ഭക്ഷണ രീതി മാറി, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് സാധാരണക്കാരുടെ ഇടയിലേക്കും ഇറങ്ങി വന്നിരിക്കുന്നത്. ഗൗട്ടി ആർത്രൈറ്റിസിന്റെ മാനേജ്മെന്റിനെ കുറിച്ച്, എങ്ങനെ ഇത് മാറ്റാമെന്ന് പറയുന്നതിന് മുമ്പായി ഇതിന്റെ ഒരു എവല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാം. പഴയ കാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ യൂറിക് ആസിഡ് ആയിട്ടല്ല മൂത്രത്തിൽ കൂടി പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്തിരുന്നത്. പ്യൂരിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിന്റെ, ഒരു അമിനോ ആസിഡിന്റെ എൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ വരുന്നത്. ഈ യൂറിക് ആസിഡ് ആണ് മൂത്രത്തിൽ കൂടി പുറത്തേക്ക് ശരീരം കളയുന്നത്. പക്ഷെ പണ്ട് യൂറിക് ആസിഡ് അല്ല പുറത്തേക്ക് പോയിരുന്നത്. യൂറിക് ആസിഡിന് ശേഷം യൂറിക് ആസിഡ് അലൻറ്റോയിൻ എന്ന് പറയുന്ന മറ്റൊരു കെമിക്കലായിട്ട് മാറുമായിരുന്നു. ഈ മാറ്റം സാധ്യമാക്കിയിരുന്നത് ശരീരത്തിനകത്തുണ്ടായിരുന്ന ഒരു എൻസൈമാണ്, യൂറിക്കേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. പക്ഷെ നമ്മുടെ ഡെവലപ്മെന്റിന്റെ, എവല്യൂഷന്റെ, പരിണാമത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഈ പറയുന്ന യൂറിക്കേസിന്റെ ഉൽപാദനം ശരീരം മ്യൂട്ടേറ്റ് ചെയ്തു, ഇല്ലാതാക്കി. യൂറിക്കേസ് ഇല്ലാതായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് അലൻറ്റോയിനായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും നിന്നു. എപ്പോഴും എവല്യൂഷൻ എന്ന് പറയുന്നത് ശരീരത്തിന് പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ശരീരം ഈ പറയുന്ന യൂറിക്കേസിനെ നിർത്തി അലൻറ്റോയിൻ ആകാതെ യൂറിക് ആസിഡ് തന്നെ ശരീരത്തിൽ വെച്ച് പുറന്തള്ളാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത്? വളരെയധികം രസകരമായ ഒരു കാര്യമാണിത്. ഒരു ശാസ്ത്രീയമായ അടിത്തറ ഇതിന്റെ പുറകിലുണ്ട്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് എന്നീ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ശരീരത്തിന്റെ കോശങ്ങളിൽ വരുന്ന ഓക്സീകരണം, ഓക്സിഡേഷൻ കൊണ്ടാണ് പല രോഗങ്ങളും വരുന്നതെന്നും ആന്റി ഓക്സിഡന്റിന്റെ ഉപയോഗം കൊണ്ട് ഈ പറയുന്ന രോഗങ്ങളെ മാറ്റാമെന്നും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വില്ലൻ അല്ല. പക്ഷേ യൂറിക് ആസിഡ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനൊരു ഫങ്ഷണൽ റേഞ്ച് ഉണ്ട്. 3 തൊട്ട് 6.5 വരെയാണ് ഈ റേഞ്ച്. 6.5ന്റെ മുകളിലേക്ക് കയറിയാലും 3ൽ താഴെ ആയാലും ഇത് അപകടം തന്നെയാണ്. ശരീരത്തിനകത്ത് 6.5ന് മുകളിലേക്ക് യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോഴാണ് അതിനെ ഹൈപ്പർ യൂറിസീമിയ എന്ന് നമ്മൾ പറയാറുള്ളത്. ഹൈപ്പർ യൂറിസീമിയ തന്നെ പലപ്പോഴും ചെറിയ ചില ലക്ഷണങ്ങളൊക്കെ ശരീരത്തിന് കൊടുക്കാറുണ്ട്. ഹൈപ്പർ യൂറിസീമിയ വർദ്ധിച്ചു കഴിഞ്ഞ് കുറച്ച് കാലങ്ങളോളം അത് നിലനിൽക്കുമ്പോഴാണ് അത് ചില ജോയിന്റുകളിൽ അക്യുമുലേറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ഫോമായിട്ട് നിൽക്കും. എല്ലാ ജോയിന്റിലും ഇത് ബാധിക്കാറില്ല. സാധാരണഗതിയിൽ കോൾഡ് ജോയിന്റ്സ്, അതായത് തണുപ്പ് അല്പം അധികമുള്ള ജോയിന്റുകളിൽ, ചെറിയ ജോയിന്റുകളിലാണ് ഇത് വരാറുള്ളത്. കാലിൻ്റെ തള്ളവിരലിന് ചുറ്റും, അല്ലെങ്കിൽ തമ്പ്, നമ്മുടെ കൈവിരല്,
ഇവിടെയൊക്കെയാണ് സാധാരണഗതിയിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. ചില സമയത്തൊക്കെ ഹീലിനൊക്കെ ഇത് വരാറുണ്ട്. സാധാരണഗതിയിൽ വലിയ ജോയിന്റുകളിലെ ഇത് ബാധിക്കാറുമില്ല. അപ്പോൾ ഈ പറയുന്ന ക്രിസ്റ്റൽ ഫോർമേഷൻ ആയിട്ട് ബാധിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സിവിയർ ആയിട്ടുള്ള വേദന വരുന്നതും അതിനെ നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നതുകൊണ്ട് ഗൗട്ടി ആർത്രൈറ്റിസ് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ചില രോഗികളൊക്കെ കാണാൻ വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടറെ യൂറിക് ആസിഡിന്റെ അളവ് 9ഉം 10ഉം ഒക്കെ ആണ്, പക്ഷെ ഒരു ജോയിന്റിലും എനിക്ക് വേദനയില്ല, ഒട്ടും ലക്ഷണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതിനെ അത്ര കാര്യമായിട്ട് എടുക്കാറുമില്ല. ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഒരു കാരണവശാലും അസിംപ്റ്റമാറ്റിക് ഹൈപ്പർ യൂറിസീമിയ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഇല്ലാത്ത യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിച്ചിട്ടുള്ള അവസ്ഥ നല്ലതേ അല്ല. സാധാരണഗതിയിൽ ഈ അസിംപ്റ്റമാറ്റിക് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് ഒബേസിറ്റി ഉള്ള ആൾക്കാരിലാണ്. ഒബേസിറ്റി, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, വിസറൽ ഫാറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന കണ്ടീഷൻ. ഇപ്പം നന്നായിട്ട് തടിയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അസിംപ്റ്റമാറ്റിക് യൂറിസീമിയ ആണെങ്കിൽ, ഹൈപ്പർ യൂറിസീമിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാത്ത ജോയിന്റിന് വേദന ഇല്ലാത്ത യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കണ്ടീഷനാണ്. ഒരു പക്ഷേ അത് ഒരു മെറ്റബോളിക് ഡിസോർഡറിന്റെ ലക്ഷണമായിരിക്കാം. എങ്ങനെയാണ് ഈ പറയുന്ന ഒബേസിറ്റിയിൽ അസിംപ്റ്റമാറ്റിക് ഹൈപ്പർ യൂറിസീമിയ വരുന്നത്, യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത്? നമുക്കൊക്കെ അറിയാം, വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി അല്ലെങ്കിൽ ഫാറ്റിനെ ബേൺ ചെയ്ത് കളയാൻ വേണ്ടി ശരീരത്തിനകത്ത് ഒരു എൻസൈം ഉണ്ട്. AMP കൈനേസ് എന്നാണ് ഈ എൻസൈം അറിയപ്പെടുന്നത്. യൂറിക് ആസിഡിന്റെ അളവ് രക്തത്തിൽ വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് AMP കൈനേസിന്റെ സെക്രീഷൻ ഇൻഹിബിറ്റഡ് ആവും, അതിന്റെ പ്രവർത്തനം കുറയും. ഈ കുറയുന്നത് കൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഫാറ്റ് ഡിപ്പോസിഷൻ വർദ്ധിക്കും. ഇങ്ങനെ ഫാറ്റ് ഡിപ്പോസിഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് ലിവറിനെ ബാധിക്കാം. ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ വിസറൽ ഫാറ്റ് വരാം, നിർബന്ധമായിട്ടും വരാം, തീർച്ചയായിട്ടും വരാം. അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് രോഗങ്ങളിലേക്ക് അത് നയിക്കാം. PCOD പോലെയുള്ള രോഗങ്ങളിലേക്ക് അത് എത്തിക്കാം. ഡയബറ്റിസ്, തീർച്ചയായിട്ടും ഡയബറ്റീസിലേക്ക് ഇത് എത്തിക്കാം. ഇങ്ങനെ പല ലക്ഷണങ്ങളും പല രോഗങ്ങളുടെയും ഒരു മൂല കാരണമായിട്ട് ഹൈപ്പർ യൂറിസീമിയ വരാറുണ്ട്. അതായത് കേവലം ജോയിന്റിനെ ബാധിക്കുന്ന രോഗം മാത്രമാണ് ഹൈപ്പർ യൂറിസീമിയ, യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. അതായത് പറഞ്ഞതിന്റെ ചുരുക്കം, ഫാറ്റ് ശരീരത്തിൽ ബേൺ ചെയ്യാൻ പറ്റുന്നില്ല യൂറിക് ആസിഡ് വർദ്ധിച്ചതുകൊണ്ട്, AMP കൈനേസിന്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ട്. അപ്പോൾ ഈ അവസ്ഥയാണ് നമ്മളെ ഒബേസിറ്റിയിലേക്കും ഒബേസിറ്റി വഴി മേൽപ്പറഞ്ഞ മെറ്റബോളിക് ഡിസോർഡേഴ്സിലൊക്കെ നമ്മളെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി പറ്റുക? എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം? യൂറിക് ആസിഡിന്റെ മാനേജ്മെന്റിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യമുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്യൂരിന്റെ അളവ് കുറയ്ക്കുക. പലപ്പോഴും യൂറിക് ആസിഡ് വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ, ഗൗട്ടി ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള അവസ്ഥയിൽ പൊതുവായിട്ടുള്ള ഒരു വിചാരം, ഒരു ചിന്ത, പ്രോട്ടീൻ കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്, അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല എന്നാണ്. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രോട്ടീൻ അല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, മറിച്ച് പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള ഒരു തരത്തിൽപ്പെട്ട അമിനോ ആസിഡ്സ്, പ്യൂരിൻ എന്ന് അറിയപ്പെടുന്ന അമിനോ ആസിഡ്സ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് എല്ലാ പ്രോട്ടീനും അല്ല, മറിച്ച് പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. എന്തിലൊക്കെയാണ് പ്യൂരിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഓർഗൻ മീറ്റ്, ഏത് വിഭാഗത്തിൽപ്പെട്ട മാംസമായാലും ഓർഗൻ മീറ്റ് ഹൈ പ്യൂരിൻ റിച്ച് ആണ്. റെഡ് മീറ്റ്, മട്ടൺ പോലെയുള്ള, ബീഫ് പോലെയുള്ള റെഡ് മീറ്റിലും വളരെയധികം പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. അതേസമയം കമ്പാരിറ്റീവ്ലി നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും പ്രോട്ടീൻ റിച്ച് ആണെങ്കിലും ചിക്കനിൽ ഇത്രമാത്രം പ്യൂരിൻ അടങ്ങിയിട്ടില്ല, മുട്ടയിലും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ ചിക്കൻ കഴിക്കുന്നതിൽ തെറ്റില്ല. എല്ലാ ദിവസവും തന്നെ ഓരോ മുട്ട വെച്ച് കഴിക്കുന്നതിലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള മറ്റൊരു കാറ്റഗറിയാണ് ഫിഷ്, മത്സ്യം. പ്രധാനമായിട്ട് കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന മത്തി, അയല, ഇതിലൊക്കെ ഹൈ ആയിട്ടുള്ള പ്യൂരിൻ ഉണ്ട്. ഇതേപോലെ പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള മറ്റൊരു കാറ്റഗറിയാണ് ഷെൽ ഫിഷുകൾ. ചെമ്മീൻ,
ഞണ്ട്, കണവ തുടങ്ങിയ എല്ലാ മീനുകളിലും പ്യൂരിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഹൈ പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഇത്തരം മത്സ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേസമയം പ്യൂരിൻ അളവ് വളരെ കുറഞ്ഞ അളവിൽ കാണുന്ന ചെറിയ പുഴ മത്സ്യങ്ങൾ ആഴ്ചയിൽ 1-2 തവണ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ മത്സ്യമാംസങ്ങൾ ഒഴികെ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്യൂരിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കടലവർഗ്ഗങ്ങളാണ്. പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, കടല, ഉഴുന്ന്, തുവര, ഇങ്ങനെയൊക്കെയുള്ള ഈ കാറ്റഗറി. ഈ കാറ്റഗറിയിൽ എല്ലാം പ്രശ്നക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന കടല, ചെന്ന എന്ന് പറയുന്ന കടല, ആ കടലയിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാറ്റഗറിയിൽ പെട്ട ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കടല കഴിക്കാം, അതിൽ തെറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ടുള്ള പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊന്നും തന്നെ ഇല്ല. അതേസമയം വൈറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണെന്നും കണ്ടിട്ടുണ്ട്. കാരണം വൈറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, യൂറിക് ആസിഡിനെ പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ ശേഷിയുള്ളതുമാണ്. അതുകൊണ്ട് വൈറ്റാമിൻ സി കണ്ടൻ്റുള്ള പുളിരസമുള്ള പഴങ്ങൾ, അതേപോലെ തന്നെ പേരക്ക, ഇതിലൊക്കെ ഹൈ ആയിട്ടുള്ള വൈറ്റാമിൻ സി ഉണ്ട്. അതുകൊണ്ട് ഇത് സുലഭമായിട്ട് കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തത് വെജിറ്റബിൾസ് ആണ്. പൊതുവെ വെജിറ്റബിൾസ് ഒക്കെ നിരുപദ്രവകാരിയായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇതിനകത്ത് തന്നെ കോളിഫ്ലവറും മഷ്റൂം ഇതൊക്കെ ഹൈ പ്യൂരിൻ റിച്ച് ആണ്. ഹൈ എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റിന് അത്രയില്ല, മോഡറേറ്റ്ലി ഹൈ ആണ്. അതുകൊണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ടതും ആണ്. ഇനി നട്ട്സ് ആണ്. നട്ട്സ് പൊതുവായിട്ട് നമ്മൾ ഈ പറയുന്ന ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്യൂരിൻ റിച്ച് ആണ് എല്ലാ നട്ട്സുകളും. പക്ഷെ വല്ലപ്പോഴുമൊക്കെ ആൽമണ്ട്, ഒരു 4-5 ആൽമണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതിലും തെറ്റില്ല. ആൽമണ്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ നിലക്കടയിൽ ഹൈ പ്യൂരിൻ റിച്ച് ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഹൈപ്പർ യൂറിസേമിയുള്ള അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർ ഈ നിലക്കടല കഴിക്കാൻ വേണ്ടി പാടുള്ളതല്ല. പ്യൂരിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒഴിവാക്കേണ്ടത്, ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് അറിയുന്ന പോലെ തന്നെ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള കഴിവുള്ളതാണ്. അതുകൊണ്ട് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു അബദ്ധം വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് അവരറിയാതെ ഒരുപാട് പഞ്ചസാര കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ കഴിക്കുന്ന ബിസ്ക്കറ്റ്, ഒരു ബിസ്ക്കറ്റിലൊക്കെ ചില സമയത്ത് 1-2 സ്പൂണിലധികമൊക്കെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെയുള്ള സ്വീറ്റ്നസ് അടങ്ങിയിട്ടുള്ള പഞ്ചസാരകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾ ഒഴിവാക്കണം. മറ്റൊരു ചതിക്കുഴി എന്ന് പറയുന്നത് പൊതുവായിട്ട് ഇപ്പോൾ ബേക്കറി മേഖലയിലൊക്കെ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത് പ്യൂരിനെ, ഈ ഗൗട്ടി ആർത്രൈറ്റിസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് സ്വീറ്റ്നസ് അടങ്ങിയുള്ള പ്രത്യേകിച്ച് ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഏകദേശം 60% മുകളിലുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഫ്രക്ടോസ് കോൺ സിറപ്പ് വെച്ചിട്ടാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അത്തരത്തിൽപ്പെട്ട ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത്. ഇനി ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം ആൽക്കഹോളാണ്. പലപ്പോഴും ആൽക്കഹോളിൻ്റെ കാര്യം പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെ കട്ടിയുള്ളതൊന്നും കഴിക്കാറില്ല, വല്ലപ്പോഴും ബിയർ കുടിക്കും അല്ലെങ്കിൽ വൈന് കഴിക്കും, ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ബിവറേജ് എന്ന് പറയുന്നത് ബിയറാണ്. അപ്പോൾ ഹോട്ട് ഡ്രിങ്ക്സിന് പകരം ബിയറും അല്ലെങ്കിൽ വൈനും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ടും മാറ്റേണ്ടതാണ്. ഒരു കാരണവശാലും ആൽക്കഹോളിൻ്റെ കൺസംഷൻ യൂറിക് ആസിഡ് അധികമുള്ള ആൾക്കാർ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. ഈ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശരീരത്തിനകത്ത് യൂറിക് ആസിഡ് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. 1 പ്യൂരിൻ, 2 പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, 3 ആൽക്കഹോൾ. ഇത് 3ഉം ഒഴിവാക്കുക. ഇനി ഓൾറെഡി ശരീരത്തിനകത്തുള്ള യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ യൂറിക് ആസിഡിനെ എങ്ങനെ പുറത്തേക്ക് കളയാം? പലപ്പോഴും ചിലർക്കൊക്കെ ഉള്ള ഒരു സംശയം, ഓൾറെഡി ക്രിസ്റ്റൽ ഫോം ചെയ്തു കഴിഞ്ഞാൽ, ജോയിന്റിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ, വേദനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പുറത്തേക്ക് കളയാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും പറ്റും. അതിൽ നമ്മൾ ചെയ്യേണ്ടത് യൂറിക് ആസിഡിൻ്റെ അളവ് പെർസിസ്റ്റൻ്റ് ആയി, കണ്ടിന്യൂസ് ആയി 6.5 താഴെ നിർത്തി കൃത്യമായ രീതിയിലുള്ള ഡയറ്ററി മാനേജ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി.
എന്തൊക്കെയാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈറ്റാമിൻ സി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ ധാരാളമായിട്ട് കഴിക്കുക. നമുക്കറിയുന്നത് പോലെ അത്യാവശ്യം പുളിരസമുള്ള മിക്കവാറും എല്ലാ ഫ്രൂട്ട്സിനകത്തും ഈ പറയുന്ന വൈറ്റാമിൻ സി ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കുക. പേരക്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്നായിട്ട് കഴിക്കുക. വൈറ്റാമിൻ സി സപ്ലിമെന്റേഷൻ പോലെ എടുത്തു കഴിഞ്ഞാലും ഇതിന് വളരെയധികം ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും യൂറിക് ആസിഡ് പുറത്തേക്ക് ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഹെർബാണ് തഴുതാമ. സാധാരണ തഴുതാമ നിങ്ങൾ കഷായം വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ തഴുതാമ നിങ്ങൾ ജ്യൂസ് ആക്കി കഴിക്കുക, അല്ലെങ്കിൽ തഴുതാമ തോരൻ വെച്ച് കഴിക്കുക. ഇങ്ങനെ തഴുതാമ ശരീരത്തിനകത്തേക്ക് കയറുന്നതനുസരിച്ച് ശരീരത്തിനകത്തുള്ള യൂറിക് ആസിഡ് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുന്നതാണ്. അപ്പോൾ തഴുതാമയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇതേപോലെ യൂറിക് ആസിഡിന് പുറന്തള്ളാനുള്ള ഏറ്റവും നല്ല ഒരു മീഡിയം കോഫിയാണ്. കോഫി കഴിക്കുന്നതും തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാരണവശാലും പഞ്ചസാര ഉപയോഗിക്കരുത്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹൈ പ്രോട്ടീൻ ആണെങ്കിലും പ്യൂരിൻ കണ്ടന്റ് ഇല്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുട്ട. ഹൈ പ്രോട്ടീൻ ആണ്, പക്ഷെ അതിനകത്ത് പ്യൂരിൻ വളരെ വളരെ കുറവാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോട്ടീനാണ് പാല്. പാല് കേസിൻ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കൊക്കെ പാല് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല യൂറിക് ആസിഡിന്റെ കാര്യത്തിൽ. മറ്റൊന്ന് തൈരും നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, പക്ഷെ അതേസമയം പ്യൂരിൻ ഇല്ല. ഈ കാര്യം കൂടെ ഇതിനകത്ത് ഓർത്ത് വെക്കുക. മറ്റൊരു യൂറിക് ആസിഡിനെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്ന ഒരു ഘടകം ആപ്പിൾ സിഡർ വിനെഗറാണ്. ആപ്പിൾ സിഡർ വിനെഗറിന്റെ കൃത്യമായ ഉപയോഗം നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കും. 1 സ്പൂണ് ആപ്പിൾ സിഡർ വിനെഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഭക്ഷണത്തിന് മുമ്പേ കഴിച്ചു കഴിഞ്ഞാൽ അത് യൂറിക് ആസിഡ് ഗണ്യമായി കുറക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ക്വാർസെറ്റൈൻ ആണ്. ക്വാർസെറ്റൈൻ ഒരു 500 മില്ലിഗ്രാം വെച്ചിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരാഴ്ച 10 ദിവസം കൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ അളവ് ഒരു 20-25% കുറക്കുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട്. ക്വാർസെറ്റൈൻ സാധാരണയായിട്ട് ഉണ്ടാവുക ചെറീസിലാണ്. ചെറിയും അതുപോലെ തന്നെ സവാളയ്ക്കകത്തും നന്നായിട്ട് ക്വാർസെറ്റൈൻ ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള ചെറീസും സവാളയുടെയും അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ക്വാർസെറ്റൈൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ക്വാർസെറ്റൈൻ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇതും ഗണ്യമായിട്ട് ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും യൂറിക് ആസിഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ ഹൈഡ്രേഷൻ, കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതും കൂടിയാണ്. മിനിമം 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. കാലാവസ്ഥക്കനുസരിച്ചും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചും 3 ലിറ്ററോളം വെള്ളം കുടിക്കുന്നതിലും തെറ്റില്ല. അപ്പം കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുന്നതും യൂറിക് ആസിഡിന്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് വെക്കേണ്ടത് യൂറിക് ആസിഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ജോയിന്റിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു സിംറ്റമാറ്റിക് അല്ലെങ്കിൽ അസിംറ്റമാറ്റിക് ആണെങ്കിൽ, ലക്ഷണങ്ങൾ ജോയിന്റിൽ കാണിക്കുന്നില്ലെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഘടകമാണ്. അത് മെറ്റബോളിക് ഡിസോർഡേഴ്സിലേക്ക് നയിക്കാനുള്ള, ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് പോലും നയിക്കാനുള്ള ഒരു വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈവൻ ഒരു മെഡിക്കൽ സപ്പോർട്ട് പോലും ഇല്ലാതെ, ഒരു മരുന്നുകളുടെ സപ്പോർട്ട് പോലും ഇല്ലാതെ വളരെ കൃത്യമായ രീതിയിൽ ഭക്ഷണ ക്രമീകരണം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഗൗട്ടി ആർത്രൈറ്റിസിൽ. അതുപോലെ ഹൈപ്പർ യൂറിസീമിയ, ശരീരത്തിനകത്ത് യൂറിക് ആസിഡ് വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഡയറ്റിൽ കൂടി, നല്ല വ്യായാമത്തിൽ കൂടി ഈ പറയുന്ന രോഗം പൂർണ്ണമായിട്ട് നിങ്ങൾ കൺട്രോളിലേക്ക് വരുത്താൻ വേണ്ടി കഴിയും. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.